ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ റിജക്ഷൻ മെത്തഡ്. അത് ഫിൽറ്ററിങ്ങിന് കുറച്ചും അഡ്വാൻസ് ആവില്ല എന്ന് പറയും. അതായത് ഇപ്പം നമ്മളെന്താ ഒരു എൻ്റയർ വേർഡ് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇനി നമുക്ക് എന്ത് പറ്റും ലെറ്റേഴ്സ് വെച്ചിട്ട്, അതായത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ലെറ്റർ എൻഡിങ് ലെറ്റർ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ നോക്കാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഡാറ്റാബേസ് നമ്മൾ റിമൂവ് ആക്കി, അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡാറ്റാബേസിന് ക്രിയേറ്റ് ആക്കാന്നുള്ള. പേഴ്സൺസ് എന്നുള്ളൊരു ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസർ എന്നുള്ളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിന്റെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാം, db.create കളക്ഷൻ. ഇതൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാം മാക്സിമം. പേഴ്സൺ എടുത്തു. ഇതിനുള്ളിലോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ഡാറ്റ നിങ്ങളെ ഇതിൽ എന്ത് ചെയ്യണം ഇൻസേർട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഞാൻ അവിടെ വേറെ കുറച്ച് ഡാറ്റാസ് ഇടാം, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം ഇൻസേർട്ട് മനി യൂസ് ചെയ്ത് ഡാറ്റ ചെയ്യാൻ മാക്സിമം നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ID ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ID ഇതാവണം, ഇങ്ങനെ ആവണം, ഞാൻ മാനുവലായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ തന്നെ. അപ്പം നിങ്ങളും എന്ത് ചെയ്യാം ചെയ്യാൻ നോക്കാം, ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കാം. ID ഇത് ഫിൽറ്ററിങ് ഒന്നും കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ID ഇങ്ങനെ വണ്ടി കൊടുത്തത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ID ഇങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്തു, മൂവ് ഫൈൻഡ് ചെയ്ത് നോക്കാം. db.ഡാറ്റാബേസ് നെയിം എന്താണ്, യൂസർ സോറി കളക്ഷൻ നെയിം എന്താണ്, പേഴ്സൺ ഡോട്ട് ഫൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റാസ് മൊത്തം ആഡ് ഡാറ്റാസ് മൊത്തം നമ്മളിവിടെ കാണാൻ പറ്റി. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റിജക്ട്സ് എന്നുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. ഓരോ ഡാറ്റാസും അത് എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു ടെർമിനൽ ഒന്ന് റിഫ്രഷ് ക്ലിയർ ചെയ്ത് വേണ്ട എന്ത് ചെയ്തു റിജക്ട്സിന്റെ കോഡ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, db.person.find. ഫൈൻഡ് നമ്മൾ നോർമൽ ഫൈൻഡ് ചെയ്യുന്ന മെത്തേഡ് തന്നെ, ഫിൽറ്ററിംഗ് ആണ്. നെയിം എന്താണ് നെയിം കൊടുക്കാം, നെയിം വെച്ചിട്ട് ഫിൽറ്റർ ആണ്, അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ $റിജക്ട്സ് എന്നുള്ളൊരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. റിജക്ട്സ് ഫുൾ കോളം. ഇപ്പോൾ രണ്ട് സ്ലാഷ് ഉണ്ടോ, ഈ രണ്ട് സ്ലാഷിനകത്താണ് നമ്മൾ എന്താണ് വേണ്ടതെന്ന് കൊടുക്കേണ്ടത്. പിന്നെ ഈ ആരോ സിമ്പിൾ ആയിട്ട് കൊടുത്തതാണ്. അതിന്റെ അർത്ഥം എന്താണ്, സ്റ്റാർട്ടിങ് വരുന്ന ഏതെങ്കിലും നെയിം ഉണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് നമ്മൾ വരുന്ന ഇതുള്ളില്ല, അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ഫൈൻഡ് ചെയ്തേക്കാം. ഓക്കെ, നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഇവിടെ എന്താ സ്റ്റാർട്ടിങ് വരുന്ന നെയിമുള്ള ഒരു ഡാറ്റ ഇല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ആക്കി കൊടുക്കാം. സ്റ്റാർട്ടിങ് വരുന്ന നോക്കാം. കണ്ടോ, ഓക്കെ, സ്റ്റാർട്ടിങ് വരുന്ന എന്തൊക്കെയുണ്ട്, സ്റ്റീവ്, ഷാമിൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, എൻഡിങ്ങിൽ വരുന്ന നോക്കാം. അപ്പം ഓക്കെ, എൻഡിങ്ങിൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു സ്റ്റാർട്ടിങ്ങിൽ ഡാറ്റ എടുത്തു. ഇനി നമുക്ക് എൻഡിങ്ങത്തെ ഡാറ്റ എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ആരോമാർക്ക് കൊടുത്തു. ഇനി നമുക്ക് എൻഡിങ് ചെയ്യാൻ വേണ്ടി $സൈൻ ഇടാം. എന്നിട്ട് $സൈന് മുമ്പിൽ എൻഡിങ്ങിൽ നമുക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻഡിങ്ങിൽ എനിക്ക് വേണ്ടത് ആണെന്ന് വെക്കാം. അപ്പോൾ കൊടുത്തു. അപ്പോൾ എൻഡിങ്ങിൽ ആഷിം എന്നുള്ള പേര് നെയിമുള്ള ഒരു ഡാറ്റ വന്നു. കാരണം എൻഡിങ്ങിൽ എന്താണ്, ആഷിമിന്റെ എൻഡിങ് എമ്മിലാണ്. അപ്പോൾ ആ ഡാറ്റ എനിക്ക് വന്നു. അപ്പോൾ db.find റിജക്ട്സിന്റെ അകത്ത് എന്ത് ചെയ്തു, ആരോക്ക് പകരം $സൈൻ യൂസ് ചെയ്തു. $സൈന് മുമ്പ് എന്ത് ചെയ്തു, നമുക്ക് എന്താണ് വേണ്ടത് അത് കൊടുത്തു. ഇനി ഞാൻ നോക്കാൻ പോണേ, എനിക്ക് എന്നുള്ള ലെറ്റേഴ്സ് ആ നെയിമിൽ ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആരോമാർക്കും വേണ്ട, $സൈൻ ആണ്, ജസ്റ്റ് ആ എന്തൊക്കെ ക്യാരക്ടേഴ്സ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ടോ, ഷാമിൽ, ആഷിം, ഈ രണ്ടിലും എന്താണ് എന്നുള്ളൊരു വാല്യൂ കോമൺ ആണ്. അപ്പോൾ എന്ത് ചെയ്തു, ആ ഡാറ്റസ് മാത്രം പ്രിന്റ് ആക്കി കാണിച്ചു തന്നു. ഓക്കെ, ഇനി നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റാസ് അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കണം, ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. അപ്പൊ ഇത് ഫിക്സ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒരു ഇട്ട് കൊടുക്കാം. ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എന്നുള്ള ഡാറ്റ കണ്ടെയ്ൻ ചെയ്ത എല്ലാ ഡാറ്റേഴ്സും വന്നു. വേറൊരു കാര്യം ചെക്ക് ചെയ്യാൻ നമ്മളിവിടെ ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ളത്, എന്നിട്ട് നമുക്ക് എന്ത് വന്നു, സ്മോൾ ലെറ്റർ വെച്ചുള്ള ഡാറ്റസ് മൊത്തം വന്നു. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഐ എന്നുള്ള സിമ്പിൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണ്ടേ, അത് കേസ് സെൻസിറ്റിവിറ്റി ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണേ നമുക്ക് ഡാറ്റാസ് തരണേ. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ എച്ച് വരുന്ന ഡാറ്റാസ് നോക്കാം. ഓക്കെ, ആഷ്. ഓക്കെ, അപ്പൊ ഇവിടെ കേസ് സെൻസിറ്റീവ് ഇഗ്നോർ ചെയ്തു. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എനിക്ക് സെക്കൻഡ് ലെറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലെറ്റർ എച്ച് വരുന്ന നെയിം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം, ആരോ മാർക്കിന് ശേഷം ഒരു ഡോട്ട് കൊടുക്കുക. അപ്പൊ സെക്കൻഡ് ലെറ്റർ ആയി. 3 ഇട്ടാണെങ്കിൽ എന്താണ്, തേർഡ് ലെറ്റർ ആയി. ഓക്കെ, ഓക്കെ, സെക്കൻഡ് ലെറ്റർ എച്ച് വരുന്ന ഷാമിൽ. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ ബാക്ക് നമുക്ക് കൊണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഡോളർ സൈൻ ഇടും. ഇനി ലാസ്റ്റിൽ എന്ത് വരുന്നത് നോക്കണ്ടേ, ലാസ്റ്റ് ലെറ്റർ ഇപ്പൊ നമുക്ക് ഓക്കെ, ലാസ്റ്റ് സെക്കൻഡ് ലെറ്റർ എന്ത് വരുന്ന നോക്കണം, വി വരുന്ന ഡാറ്റാസ് ഉണ്ടോ നോക്കണം. ഓക്കെ, വി. അപ്പോൾ ഡോളർ സൈനിന്റെ മുമ്പ് എന്ത് ചെയ്യുക, വി നമ്മൾ ഏത് ഡാറ്റ ആണ് വേണ്ടി അത് കൊടുക്കുക. പിന്നെ ഡോട്ട്, സെക്കൻഡ് ലെറ്റർ ആണെങ്കിൽ ഡോട്ട്, തേർഡ് ലെറ്റർ എന്ത് ചെയ്യുക, ഡബിൾ ഡോട്ട് ഇടാം. ഓക്കെ, ഇപ്പൊ സ്റ്റീവ് എന്നുള്ള സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എന്താണ്, വി ആയി വരുന്നത് സ്റ്റീവിന്റെ. അപ്പൊ ആ വി എന്നുള്ള ഡാറ്റ നമുക്ക് വന്നു. അപ്പൊ എൻഡ് എന്നാണ് നമ്മൾ എൻഡിൽ നിന്ന് കിട്ടാൻ നമ്മൾ ഡോളർ സൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്ക് സ്റ്റാർട്ടിങ് എന്തായിരിക്കും, എനിക്ക് ഒന്നെങ്കിൽ എ എന്നാണോ അല്ലെങ്കിൽ എന്താണോ, സോറി, ഒന്നെങ്കിൽ എസ് എന്നാണോ അല്ലെങ്കിൽ എച്ച് എന്നാണോ. ഓക്കെ, അതായത് എ ഓർ ബി എന്നുള്ള കൺസെപ്റ്റ് നമ്മളോട്, സോറി, എസ് ഓർ എച്ച് എന്നുള്ള കൺസെപ്റ്റ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്ത് വന്നു, സ്റ്റാർട്ടിങ് ലെറ്റർ ഒന്നെങ്കിൽ എസ് സ്റ്റാർട്ടിങ് ലെറ്ററിലെ ഡാറ്റാസ് വരണം, അല്ലെങ്കിൽ എച്ച് സ്റ്റാർട്ടിങ് ലെറ്ററിൽ ഡാറ്റാസ് വരണം. അതപ്പോൾ നമ്മൾ എന്താണ് തന്നെ എസ് ഓർ എച്ച്. അപ്പൊ എന്താ, എസ്സിലെ ഡാറ്റാസ് വന്ന് എച്ചിലെ ഡാറ്റാസ് വരണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മെത്തേഡ് എസ് ഓർ എച്ച് എന്നാണ്. ഇപ്പൊ ഞാൻ നോക്കാൻ പോണത് എ തൊട്ട് എ ടു ഓക്കെ, എ മുതൽ ടി വരെയുള്ള ഡാറ്റ, അത് എ ടു ടി, എ ബി സി ഡി ഇങ്ങനെ പോയിട്ട് ടി വരെയുള്ള ഏതെങ്കിലും ആൽഫബറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനത്തെ ഡാറ്റ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതും പ്രിന്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐഫോൺ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാ ഡാറ്റാസും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അളവ് കുറക്കാം. എം കൊടുക്കാം. അപ്പൊ എന്ത് വന്നു, എ ടു എം, അതായത് എ ടു എം വരെയുള്ള ഏത് ആൽഫബറ്റിലും സ്റ്റാർട്ടിങ്ങിൽ ലെറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ലെറ്ററിലെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ മിഥുനും ആഷിമിനും 2 ഡാറ്റാസ് വന്നത്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ റിജക്ട്സിൽ നോക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സിങ്ങും അതേപോലെ തന്നെ അപ്ഡേറ്റ്. ഈ സാധനം നമ്മൾ നോക്കിയില്ല, അപ്ഡേറ്റ് ക്രെഡ് ഓപ്പറേഷൻ അപ്ഡേറ്റ് നമ്മൾ നോക്കിയില്ല. അപ്പൊ ഇനി അതും അതേപോലെ തന്നെ ഈ ഇൻഡെക്സിങ് സംഭവം എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഇൻഡെക്സിങ് എന്താ നോക്കാം. അപ്പൊ ഇൻഡെക്സിങ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാനുവലി നമുക്ക് എന്ത് വിസിബിൾ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത് പ്രോസസിങ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ ഫിൽട്ടർ ചെയ്യണ്ടല്ലോ, ഇപ്പൊ അതായത് നെയിം ഈസ് ഈക്വൽ ടു മിഥുൻ എന്നുള്ള നെയിമത്തെ ഒരു ഡാറ്റ വേണം നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കുന്നത്. db ഡോട്ട് ഫൈൻഡ് നെയിം ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇത് വരുമ്പോൾ കുറെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ കുറെ ഭയങ്കര ഡാറ്റാബേസ് ഭയങ്കര സ്ലോവർ ആവും. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂ എന്താണ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഇൻഡെക്സിങ് യൂസ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ നെയിമിന് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കും. ഇത് ആ ഇൻഡെക്സത്തെ ഡാറ്റ അതിന് പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണ്ടാല് ആ ഇൻഡെക്സ് തമ്മിൽ മാച്ച് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫിൽട്ടർ ചെയ്തെടുക്കും. അത് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇൻഡെക്സിന് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാന്ന് നമ്മൾ നോക്കാം. db ഡോട്ട് പേഴ്സൺ ഡോട്ട് ക്രിയേറ്റ് ഇൻഡെക്സ്. ഇപ്പൊ നമ്മൾ എന്തിന്റെ ഇൻഡെക്സ് ക്രിയേറ്റ് ആണ്, നെയിം എന്നുള്ള ഫീൽഡ് നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് നെയിം എന്നുള്ള ഫീൽഡ് ജസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ളൊരു ഇൻഡെക്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടു. ഓക്കെ, നെയിം ടെക്സ്റ്റ് എന്നുള്ള ഇൻഡെക്സ് ക്രിയേറ്റ്. ഇനി ഇൻഡെക്സ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള നമുക്ക് നോക്കാമോ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻഡെക്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പോകും സെർച്ചിങ്ങിൽ ഫിൽറ്ററിങ്ങിൽ അഥവാ ഫൈൻഡ് ചെയ്തു ടെക്സ്റ്റ് എന്നുള്ള നെയിം നമ്മൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് നെയിം ടെക്സ്റ്റോട് കൂടുതൽ കൊടുത്തിക്കണം. അപ്പോൾ ആ നെയിം ഈ ടെക്സ്റ്റിലാവും ഞാൻ എന്തേല് നമ്മൾ ഇൻഡെക്സിന് എപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെ യൂസിൽ ടെക്സ്റ്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യൽ. സെർച്ച് പീറ്റർ, കാരണം നമുക്ക് പീറ്റർ എന്നുള്ള വേർഡ് തന്നെ ഏതെങ്കിലും ഡാറ്റ ഉണ്ടോ നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ പീറ്റർ എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഡാറ്റ ഉണ്ട്, പീറ്റർ പാർക്കർ എന്നുള്ള ആ യൂസറിന് ഡാറ്റ നമുക്ക് ഇവിടെ കിട്ടി. ഇതാണ് നമ്മൾ ഇൻഡെക്സിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് എൻ്റർ വേർഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഡാറ്റ കൊടുക്കണം. ഇത് കുറച്ചും കൂടി ഇൻഡെക്സിങ് ആകുമ്പോൾ സെപ്പറേറ്റ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യും, ഇൻഡെക്സിങ് പറയാണ്ട്. അതിന്റെ അകത്താവും ഈ സെർച്ചിങ് ഫിൽറ്ററും കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇൻഡെക്സിങ് വർക്ക് ആവുക. അതായത് ഇപ്പൊ നമ്മൾ നോർമൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്താണ് ജസ്റ്റ് നെയിം ഈസ് ഈക്വൽ ടു പീറ്റർ പാർക്കർ എന്ന് കൊടുക്കും. അപ്പൊ ഇതിന്റെ പകരം ഫിൽറ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ ഡാറ്റയ്ക്ക് എന്ത് ചെയ്യും, ഓരോ ഇൻഡെക്സ് നമ്മൾ കൊടുക്കും. അപ്പൊ ഇത് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കിയിട്ട് എന്താ ഉള്ളത്, അതിന് നെയിമാണ്. അപ്പൊ ആ നെയിമിന് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ട് എന്ത് ചെയ്യാം, അതിന്റെ വേർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസിന് നമുക്ക് ഗെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മുടെ ഇൻഡെക്സിങ്ങിന്റെ പ്രത്യേകത കാരണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ്, അതായത് അപ്ഡേറ്റ് ഓപ്പറേറ്റേഴ്സും കാര്യം നമുക്ക് എങ്ങനെ നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അതായത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഡോക്യുമെന്റ്സ് ഉണ്ടാവും, അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് എന്നുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്യണം. സോ നമുക്ക് അത് ഏതൊക്കെ നോക്കാം. ഒന്ന് അപ്ഡേറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡാറ്റ മാത്രം അപ്ഡേറ്റ് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യണം, അപ്ഡേറ്റ് വണ്ണ്. ഓക്കെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് മെനു. അപ്ഡേറ്റ് മെനു പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഡാറ്റാസ് എന്ത് ചെയ്യണം, ഒറ്റയടിക്ക് നമുക്ക് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഡേറ്റ് മെനു യൂസ് ചെയ്യണം. സോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഡാറ്റാബേസും എന്ത് ചെയ്യാം, ഒരു കളക്ഷനും ക്രിയേറ്റ് ആക്കാം. ഓക്കെ, ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണ്ടേ, യൂസ് ഞാൻ ജസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആക്കാം. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യണ്ടേ, കളക്ഷൻ ക്രിയേറ്റ് ആക്കാം, ക്രിയേറ്റ് കളക്ഷൻ പോസ്റ്റ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ അകത്ത് നമുക്ക് ഡാറ്റാസ് ആഡ് ചെയ്യണം, ഇൻസെർട്ട് മെനു യൂസ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഡാറ്റനെ ആഡ് ചെയ്യാം. db ഡോട്ട് നമ്മളെ കളക്ഷൻ നെയിം എന്താണ്, പോസ്റ്റ് ഡോട്ട് ഇൻസെർട്ട് മെനു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഇൻസെർട്ട് മെനു യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കേളി ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഓരോ ഡാറ്റാസും കൊടുക്കാം. ഓക്കെ ഓക്കെ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് ഡാറ്റ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കാം, എങ്ങനെയൊക്കെ ഡാറ്റ വന്നിക്കണം നോക്കാൻ വേണ്ടിയിട്ട്. ID നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നോർമൽ ID ഓട്ടോമാറ്റിക് ആഡ് ആവുന്നത് നമ്മൾ മാനുവൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഡാറ്റാബേസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്ക് പഠിക്കേണ്ട ആവശ്യത്തിനോട് ഇരുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടൈറ്റിൽ കൊടുത്ത് ലൈക്സ് പി ഡേറ്റ്, കാരണം നമ്മൾ പോസ്റ്റാണ് നമ്മൾ കളക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡാറ്റ നമ്മൾ കൊടുത്തത്. ടൈറ്റിൽ പോസ്റ്റ് 1, ലൈക്സ് 0, പി ഡേറ്റ് ഡേറ്റ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡാറ്റ ആഡ് ആക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ നമ്മൾ കറണ്ട് ഡേറ്റ് എന്തായിക്കോളും, ഈ പി ഡേറ്റിൻ്റെ ആഡ് ആയിക്കോളും. അതൊരു ഡേറ്റ് ആഡ് ആക്കണം, നമ്മൾ ഡേറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇതേപോലെ ഒരു 5 ഡാറ്റാസ് അതിനിപ്പോൾ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഡാറ്റാബേസിലൂടെ ആഡ് ആക്കി നോക്കാം. ഓക്കെ, ഇൻസേർട്ട് IDs 5. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് വ്യൂ ചെയ്ത് നോക്കാം. db ഡോട്ട് ഫോഴ്സ് ഡോട്ട് ഫൈൻഡ്. ഓക്കെ, നമ്മളെല്ലാ ഡാറ്റാസും ഇവിടെ ഫൈൻഡ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അപ്ഡേറ്റിംഗ് ഞാൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം db ഡോട്ട് കളക്ഷൻ നെയിം എന്തായിരുന്നു, ഫോഴ്സ് ഡോട്ട് അപ്ഡേറ്റ് 1. ഓക്കെ, ഫിൽറ്ററിങ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഫസ്റ്റത്തെ എന്ത് ചെയ്യണം, ഒരു വാല്യൂ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്താ നമ്മൾ ചെയ്യണത്, നമ്മൾ ഡേറ്റ് ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുക്കുക. കറന്റ് ഡേറ്റ് ഏതാ നമ്മൾ ചേഞ്ച് ആക്കുന്നത്, പി ഡേറ്റ് എന്നുള്ളതിൻ്റെ ഡേറ്റ് നമ്മൾ എന്ത് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഫുൾ കോൾ ഇട്ടു. നമ്മൾ ടൈപ്പ് പറഞ്ഞോ, എന്ത് ടൈപ്പാണ് നമ്മൾ ചേഞ്ച് ആക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചേഞ്ച് ആക്കണം, ഡേറ്റ് എന്നുള്ളത് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കണം. ഓക്കെ
ഓക്കെ. അക്നോളജ്ഡ് നമ്മൾ പുതിയതായി ഇൻസേർട്ട് ഒന്നും ചെയ്തിട്ടില്ല. മാച്ച്ഡ് കൊണ്ടുവന്ന് ഒരു ഡാറ്റ മാച്ച് ആയിക്കണേ. മോഡിഫൈഡ് കൊണ്ടുവന്ന് 1. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഉണ്ടോ നോക്കാം. നമ്മൾ നോർമൽ എന്ത് ചെയ്ത് നമ്മൾ ഡേറ്റ് കൊടുത്തപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡേറ്റ് വെറും ഡേറ്റ് കൊടുത്തത്. ഇപ്പം എന്ത് ചെയ്തു, നമ്മളെ സ്റ്റാൻഡേർഡ് ടൈം ഇങ്ങനത്തെ കുറേ ഡാറ്റാസ് നമുക്ക് വന്നിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് കറണ്ട് ഡേറ്റ് എന്ത് ചെയ്ത് ഫസ്റ്റത്തെ മാത്രം ചേഞ്ച് ആക്കി. അതാണ് ഇപ്പം നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ് ഇതാണ്. ഓക്കെ, നമ്മളെ കറണ്ട് ഡേറ്റും കാര്യങ്ങളും. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ് കറണ്ട് ഡേറ്റ് ഇറങ്ങിയ ഇപ്പോൾ ഉള്ള കറണ്ട് ആയിട്ട് ഡേറ്റ് ചേഞ്ച് ആക്കുന്ന ഓപ്പറേറ്ററാണ്. പിന്നെ പി ഡേറ്റ്. ഇനിയിപ്പോൾ ഇവിടെ പി ഡേറ്റ് കൊടുക്കും, കാരണം നമ്മുടെ പി ഡേറ്റ് എന്നുള്ള ഫീൽഡ് നമ്മളെ ഈ ഒരു ഡോക്യുമെന്റിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് അത് ആഡ് ആയിക്കോളും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരാൻ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഡാറ്റ ഫീൽഡിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് ഡാറ്റ നമ്മൾ ആഡ് ആയി കിട്ടും. അതിന് ടൈപ്പ് പറഞ്ഞേ, എന്ത് ടൈപ്പ് ഡാറ്റ നമ്മൾ ആഡ് ആക്കി ചേഞ്ച് ആക്കേണ്ടത് ഡേറ്റ് എന്നുള്ള കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് ഫസ്റ്റ് ഒരു ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത്, ഇനി ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. അത് എനിക്ക് ഇന്ന ഡാറ്റ അപ്ഡേറ്റ് ആക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്ത് മാനുവലി നമ്മൾ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഐ ഡി ടൂലിട ഡാറ്റ ഞാൻ അപ്ഡേറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, കറന്റ് ഡേറ്റ് നമ്മൾ ടൈപ്പ് ഡേറ്റിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ടൈം സ്റ്റാമ്പ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഫൈൻഡ് ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് ചെയ്ത് ഐ ഡി 2 എന്നുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ കറണ്ട് ഡേറ്റിനെ നമ്മൾ ടൈപ്പ് എന്താക്കി, ഏത് ടൈപ്പ് പ്രിന്റ് ചെയ്യും, ടൈം സ്റ്റാമ്പ് എന്നുള്ള ഇതിൽ എന്ത് ചെയ്തു നമ്മൾ അപ്ഡേറ്റ് ആക്കി. ഓക്കെ, മൊത്തമായിട്ട് അതിനെ അപ്ഡേറ്റ് ആക്കാൻ നോക്കാം. അപ്ഡേറ്റ് മെനു എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് മെനു യൂസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ db ഡോട്ട് ഡാറ്റാബേസ് ആക്സസ് ചെയ്യുക. ഫൈൻഡ് അല്ല, അപ്ഡേറ്റ് മെനു. ഇനി ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിങ് ചെയ്യണില്ല, നമ്മൾ മൊത്തം എല്ലാത്തും അപ്ഡേറ്റ് ആക്കണ്ട. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സെറ്റ് ചെയ്യണം, മൊത്തമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്താ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ഡേറ്റിന് എന്ത് ചെയ്യണം, ഞാൻ നമ്മൾ പഴയ ഫോർമാറ്റിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം ഡേറ്റ് എന്നുള്ളതിലോട്ട്. ഓക്കെ, എല്ലാം മോഡിഫൈഡ് ഉണ്ട്, നമ്മൾ ഫൈൻഡ് ചെയ്താക്കാം. അപ്പോൾ എന്ത് ചെയ്തേ, നമ്മൾ പഴയ മോഡലായിട്ട് നമ്മൾ മൊത്തം ഡാറ്റ എന്ത് ചെയ്ത് നമ്മൾ അപ്ഡേറ്റ് ആക്കി കിട്ടും. ഓക്കെ, നമ്മൾ ഡേറ്റ് അടക്കം നമ്മൾ ചേഞ്ച് ആക്കി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഫീൽഡ് ആഡ് ചെയ്യണം. ഫീൽഡ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നോർമലി നമ്മൾ എന്ത് ചെയ്ത് അപ്ഡേറ്റ് മെനുവിൻ്റെ ഓപ്ഷനിലോട്ട് വന്നു. നമ്മൾ സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഫീൽഡ് ആഡ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഫീൽഡ് നെയിം എന്ത് ചെയ്യണ്ടേ, ഓൾറെഡി ഞാൻ ഇതിൽ ചേഞ്ച് ആക്കി, കൊറിയത്തിന് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് നെയിം ക്രിയേറ്റ് ആക്കി. അതിന് ഡാറ്റ ഞാൻ എന്ത് ചെയ്ത് സബ്ജക്റ്റ് ന്യൂസ് എന്ന സബ്ജക്റ്റ് കൊടുത്തു. ഒരു പുതിയ ഫീൽഡ് നമ്മൾ ആഡ് ആയിക്കണം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് എല്ലാ ഡാറ്റനകത്ത് സബ്ജക്റ്റ് എന്നുള്ളൊരു പുതിയ ഫീൽഡ് ആഡ് ആയി. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ന്യൂസ് എന്നുള്ള ആഡ് ആക്കി കൊടുത്ത്, എനിക്ക് ഈ സബ്ജക്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യണം, റിമൂവ് ആക്കണം. ആ ഫീൽഡിന് ആവശ്യമില്ല. അപ്പോൾ ഈ വാല്യൂ എന്ത് ചെയ്യാം, എം ടി ആക്കാം. ഈ സെറ്റിന്റെ പകരം എന്ത് ചെയ്യാം, അൺസെറ്റ് കൊടുക്കാം. ഓക്കെ, ഉണ്ടാ മൊത്തം റിമൂവ് ആയി പോയി. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനും അൺസെറ്റ് ചെയ്യാനും പഠിച്ചു, റിമൂവ് ആക്കാനും ആഡ് ആക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഫീൽഡ് നെയിം ചേഞ്ച് ആക്കണം. ഓക്കെ, അപ്പോൾ അതിന് റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റീനെയിം, ഇതിൻ്റെ ഫീൽഡിലേക്ക് അത് റീനെയിം ചെയ്യേണ്ടതാണ്. പി ഡേറ്റ് എന്നുള്ളത് റീനെയിം ചെയ്യണം. പി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനെന്ത് പോസ്റ്റ് ഡേറ്റ് എന്ന് ചെയ്തേക്കണം. ഓക്കെ, പി ഡേറ്റ് എന്നുള്ളതാണ് ഞാൻ പോസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ചേഞ്ച് ആക്കി. അപ്പം അതിനെ യൂസ് ചെയ്ത് എന്താണ് റീനെയിം എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇൻക്രിമെന്റ് മെത്തേഡാണ്. അതായത് db ഡോട്ട് പോസ്റ്റ് അപ്ഡേറ്റ് മെനി ഫിൽറ്ററിങ്ങിന്റെ ഓപ്ഷൻ നമ്മൾ എം ടി ആക്കി കൊടുത്താണ് എല്ലാത്തിലും ഡാറ്റ അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ $സൈൻ ഇൻക്രിമെന്റ്, അതായത് ഇൻക്രിമെന്റ് ലൈക്ക് 1 നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 1 ഇൻക്രിമെന്റോ നമ്മൾ ലൈക്സ് ആണ് നമ്മുടെ ഫീൽഡ് നെയിം വരുന്നത്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്തേ നമ്മളെ പഴയ ഡാറ്റ എടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ലൈക്ക് 0, ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈക്ക് എല്ലാറ്റിലും 1 വെച്ച് എന്ത് ഇൻക്രിമെന്റ് ആയി. ഓക്കെ,
ഈ സെയിം മെത്തേഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിക്രിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാണ് -1 കൊടുക്കുക. ലൈക്സ് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ലൈക്സിന്റെ കൗണ്ട് എന്തായി, 1 ഡിക്രിമെന്റ് ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പോകണം. ഓക്കെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ അഗ്രിഗേറ്റ്സ്. അതായത് അഗ്രിഗേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്സ് പറഞ്ഞാൽ കുറച്ചും അഡ്വാൻസ് ലെവലാണ്. അതായത് നമ്മൾ മാച്ച് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതായത് കുറച്ച് ഒരു കുറച്ചൊരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം, സമ്മ് കാണണം, എന്നിട്ട് അതിന്റെ ആവറേജ് കാണണം, എന്നിട്ട് കാൽക്കുലേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ആണ്. പിന്നെ സോർട്ടിങ്, അത് കുറച്ച് കണ്ടീഷൻ പോലത്തെ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കുറച്ച് കൂടുതൽ ഫീൽഡ്സ് നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. അത് അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത മെത്തേഡാണ് പ്രൊജക്ടർ ആണ്. ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫിൽട്ടർ ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ആ ഡാറ്റ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലെവലിലേക്ക് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഇത്ര അഗ്രിഗേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഡാറ്റന്റെ സംഭവം ഉണ്ട്, അതിന്റെ ആവറേജ് ആണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി നമ്മൾ അഗ്രിഗേഷൻ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യണം. സോ ഇതൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ഈ അഗ്രിഗേഷൻ ആണ് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. യൂസ് പ്രൊഡക്ട്സ് എന്ന ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. db ഡോട്ട് ക്രിയേറ്റ് കളക്ഷൻ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് എന്നുള്ളൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യണം, കുറച്ച് ഡാറ്റാസ് ആഡ് ചെയ്യണം. db ഡോട്ട് പ്രൊഡക്റ്റ് ഡോട്ട് ഇൻസേർട്ട് മെനു. ഓക്കെ, ഐറ്റം ആപ്പിൾ എന്ന് കൊടുക്കാം, ടൈപ്പ് ഫ്രൂട്ട്, പ്രൈസ് 80 എന്ന് കൊടുത്തു. ഇതേപോലെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഡാറ്റാസ് ക്രിയേറ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ ഇതേപോലെ കുറച്ച് ഡാറ്റാസിന്റെ ആഡ് ആക്കുക ഇതിന്റെ കൂടെ. ഓക്കെ, ഇതേപോലെ കുറച്ച് ഡാറ്റാസ് ആഡ് ആക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ഡാറ്റാസ് ആഡ് ആക്കിയിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തു. ഒരു 4 ഡാറ്റ ആഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് നമ്മളെ കളക്ഷൻ നെയിം. ഓക്കെ, ഫൈൻഡ് ചെയ്തു. ഇനി അഗ്രിഗേറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഓരോ ക്വറീസ് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ db ഡോട്ട് പ്രൊഡക്റ്റ് അഗ്രിഗേറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. നമ്മൾ നോർമലി ഈ സ്ഥലങ്ങളിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, ഇൻസേർട്ട് മെനി, അതേപോലെ അപ്ഡേറ്റ് മെനി, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യും. കൗണ്ട് കൊടുത്താണ് എന്താ കൗണ്ട് ചെയ്യേണ്ടത്, ഐറ്റം കൗണ്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാൻ എങ്ങനെ നോക്കാം. ഓക്കെ, നമ്മൾ കൗണ്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ ഐറ്റം എന്ന് പറഞ്ഞ ഫീൽഡ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കൗണ്ട് ചെയ്തത്. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞ ഫീൽഡ് എത്ര തവണ വന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡാറ്റാസ് ഉണ്ട്. 4 ഡാറ്റാസിൽ എന്തുണ്ട്, ഐറ്റം എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്തു, ഐറ്റം 4 എന്നുള്ള കാണിച്ചു. ഇതേപോലെ എന്ത് ചെയ്യണം, വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട്. ഇതാണ് കൗണ്ടിങ് എന്ന് പറഞ്ഞ മെത്തേഡ്. നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ അഗ്രിഗേറ്റ് പറഞ്ഞപ്പോൾ അതിൽ ഗ്രൂപ്പ് എന്നുള്ളത് മെത്തേഡ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഗ്രൂപ്പ് ഇറങ്ങി എന്താണ്, നമ്മളെടുത്തുള്ള ഡോക്യുമെന്റിന് മൊത്തം ഒറ്റ ഗ്രൂപ്പ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ കാര്യങ്ങൾ എന്താണ് ഗ്രൂപ്പ് എന്നുള്ളത് യൂസ് ചെയ്യണത്. ഓക്കെ, അഗ്രിഗേറ്റ് സ്ക്വയർ ബ്രാക്കറ്റിന് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനകത്ത് ഗ്രൂപ്പ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തു. പിന്നെ ഫുൾ കോൾ എടുത്തിട്ട് ID നള്ള് എന്ന് കൊടുത്തു. അതായത് ഇവിടെ നമ്മൾ ID നള്ള് കൊടുക്കാനെന്ന് വെച്ചാൽ എല്ലാ ഡോക്യുമെന്റിനും എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് കാണാതെ
ഒരൊറ്റ ഗ്രൂപ്പാക്കി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഡി നള്ള് കൊടുക്കണം ഇവിടെ. ഓക്കെ. പിന്നെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നതാണ്. ടോട്ടൽ പ്രൈസ് എന്നുള്ളൊരു ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ടോട്ടൽ പ്രൈസ് കൊടുക്കാം, ടോട്ടൽ നിന്നും കൊടുക്കാം. നമ്മൾ ടോട്ടൽ പ്രൈസ് എന്ന് കൊടുത്തു. ഇനി എനിക്ക് എന്ത് കാണണം, സമ്മ് കാണണം. ഓക്കെ. സമ്മ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ പ്രൈസ് എന്നുള്ള ഡാറ്റ ഉണ്ടല്ലോ, ഫീൽഡ് നെയിം, ഇതെന്ത് ചെയ്യും, ഇതിന്റെ എല്ലാത്തിനും സമ്മ് നമുക്ക് കണ്ടു ടോട്ടൽ പ്രൈസിൽ നമുക്ക് ഡാറ്റ കിട്ടും. ഓക്കെ. അതായത് പ്രൈസ് എന്നുള്ള ഫീൽഡിന്റെ എല്ലാ ഡാറ്റയും കൂടി ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സമ്മ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പ്രൈസിൽ കിട്ടും. ഓക്കെ. കണ്ടോ, ഐ ഡി നള്ള്, അതായത് നമ്മൾ ഐ ഡി പ്രത്യേകിച്ച് കൊടുത്തില്ല, നമ്മൾ നൾവേലേക്ക് നമ്മൾ ഐ ഡി കൊടുക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരിത് ഐ കിട്ടിയത് കണ്ട് നമ്മൾ സെയിം ഗ്രൂപ്പ് തന്നെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഐ ഡി നള്ള് കൊടുക്കണം. ടോട്ടൽ പ്രൈസ്, അതായത് ഇപ്പൊ നമ്മൾ ടോട്ടൽ പ്രൈസ് ആണെങ്കിൽ ഒരു പുതിയ നമ്മൾ നെയിം ഇവിടെ കൊടുത്തതാണ്. ഇനി എന്ത് ചെയ്യും, നമ്മൾ ചെയ്യണ ഈ സമ്മിന്റെ സോറി ഈ ഡോളർ പ്രൈസ് എന്ന് പറഞ്ഞു. ഈ ഡോളർ പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഇതിലുള്ള ഫീൽഡ് നെയിമാണ്, പ്രൈസ് എന്നുള്ള ഫീൽഡ് നെയിമാണ്. അപ്പൊ ഇതിന് എല്ലാത്തിന്റെയും സമ്മ് കണ്ടു കാണാൻ എന്ത് ചെയ്യും, ടോട്ടൽ പ്രൈസിൽ സ്റ്റോർ ആവും. അപ്പൊ നമുക്ക് അതിന് സമ്മ് ഇവിടെ കിട്ടും. ഓക്കെ. ഇനി ഇപ്പൊ നമുക്ക് സമ്മ് കണ്ടോ, പിന്നെ ആവറേജിനെ കാണില്ലേ, ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് എന്തായാലും ആവറേജും കാണലുണ്ടാവില്ല. ഓക്കെ. അപ്പൊ ഇനി അതെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജിനെ കാണാൻ ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആവറേജ് ആണ്. അപ്പൊ നമ്മൾ ടോട്ടൽ പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ ആവറേജ് ആണ്. ഇപ്പൊ സെയിം മെത്തേഡ് തന്നെ എന്ത് ചെയ്യാം, സമ്മന്നിന്റെ പകരം എന്ത് ചെയ്യാം, നമുക്ക് ആവറേജ് കൊടുക്കാം. ഇവിടെ നമ്മൾ സമ്മ് കാണാൻ വേണ്ടി സമ്മന്ന് കൊടുത്തു, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, ആവറേജ് കൊടുക്കാം. ഓക്കെ. നമ്മൾ ടോട്ടൽ പ്രൈസിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് എത്ര കിട്ടി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ചെയ്തിരിക്കണം എന്താണ്, നമ്മള് സോറി ഐ ഡി നമ്മൾ നള്ളാക്കി കൊടുത്തിട്ട് നമുക്ക് ഐ ഡി എന്ത് ചെയ്യാം, നള്ളിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ടൈപ്പ് കൊടുക്കാം. ഇപ്പൊ എന്ത് സംഭവിക്കണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. $സൈൻ ടൈപ്പ്. ഇപ്പൊ എന്ത് ചെയ്തു, അതായത് ആവറേജ് പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തു, നമ്മളെ ടൈപ്പ്. ഓക്കെ. ഇപ്പോൾ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് ടൈപ്പ് വെച്ചിട്ട് ആവറേജ് കണ്ടു. അത് നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ഫൈൻഡ് ചെയ്യാം. ഐറ്റം ഉണ്ട്, ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണത്, ഇപ്പൊ നമ്മളിപ്പോ ആവറേജ് ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, വെജിറ്റബിൾ എന്ന ടൈപ്പ് ഉണ്ട്, ഫ്രൂട്ട്സ് എന്ന ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യും, ഫ്രൂട്ട് എന്നുള്ളതിന്റെ ആവറേജ് ആണ്. വെറും ഫ്രൂട്ട് എന്നുള്ള ടൈപ്പുള്ള ഏതെങ്കിലും ഡാറ്റ ഉണ്ട്, ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഉള്ളൂ. അപ്പൊ അതിന്റെ ആവറേജ് എത്ര വന്നു, 18 വന്നു. ഇനി വെജിറ്റബിൾ നോക്കാം, വെജിറ്റബിൾ ടോട്ടൽ എത്ര ആണ്, ഒരു വെജിറ്റബിൾ ഉള്ളൂ. അപ്പൊ അതിന്റെ 15 വന്നു. ഇനി ഫ്രൂട്ട്സിന്റെ കേസ് എടുക്കാം, ടൈപ്പ് ഫ്രൂട്ട്സ് പറഞ്ഞാൽ എത്ര ഡാറ്റ ഉണ്ട്, 1 2. ഓക്കെ. ഈ രണ്ട് ഡാറ്റ ഉണ്ട്. അപ്പൊ ഇതിന് ആവറേജ് എത്ര കയറാം, 17 + 9 വരുമ്പോൾ 160 വരും. 160 ഡിവൈഡ് ബൈ 2. നമുക്ക് രണ്ട് ഡാറ്റ ഫ്രൂട്ട്സിലുള്ളൂ, 18. അപ്പൊ അതിന് ആവറേജ് നമുക്ക് ഇവിടെ കിട്ടി. അത് ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആവറേജ് കണ്ടു. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും കണ്ടീഷൻ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആവറേജ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ആവറേജ് കണ്ടു, ടൈപ്പ് വെച്ചിട്ട് കണ്ടു. ഇപ്പൊ മനസ്സിലായി, നമ്മൾ ടൈപ്പ് നള്ള് കൊടുത്താൽ മനസ്സിലായില്ല. അതിന്റെ ടൈപ്പ് സോറി നമ്മൾ ഐ ഡി നള്ള് കൊടുത്താൽ മനസ്സിലായില്ല. നമ്മൾ ഐ ഡി ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് പിന്നെ നടക്കണ്ടാവില്ല. നമ്മൾ ഐ ഡി നള്ള് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ഡോക്യുമെന്റ് മൊത്തമായിട്ട് കൺസിഡർ ചെയ്യും. അതായത് എന്റെ ഡോക്യുമെന്റ് അല്ല സോറി എന്റെ കളക്ഷൻ കൺസിഡർ ചെയ്യും. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഐ ഡി നള്ള് കൊടുക്കണം. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാല് മാക്സിമം പ്രൈസ് കാണാൻ പോകും. അതായത് ഇപ്പൊ ഇത് ഡാറ്റയിലുള്ള മാക്സ് പ്രൈസ്. അപ്പൊ ടോട്ടൽ പ്രൈസിനെ പറയാം, നമുക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് എന്തും കൊടുക്കട്ടെ, നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവിടെ വരുള്ളൂ. മാക്സ് പ്രൈസ് എ വി ജെന്റെ പകരം എന്ത് ചെയ്യാം, മാക്സ് കൊടുക്കാം. ആവറേജ് ആണെങ്കിൽ എ വി ജെ, സം ആണെങ്കിൽ സമ്മ്, അങ്ങനെ കൊടുക്കാം. ഞാൻ ഐ ഡി എന്ത് ചെയ്യാം, തൽക്കാലം നള്ളാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഡാറ്റ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഡാറ്റയിലുള്ള മാക്സ് പ്രൈസ് എത്ര എന്നുള്ള നമുക്ക് കിട്ടി, 90 എന്നുള്ള ഡാറ്റയാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ മാക്സിമം ആയി എടുക്കുന്നത്. ഓക്കെ. ഈ സെയിം മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, മിനിമത്തിൽ കാണാം, മിനിമം പ്രൈസ് കാണാം. അപ്പോൾ സെയിം മെത്തേഡ് മിന് മാക്സിന് മാക്സ്, മിനിമത്തിന് മിനിമം പ്രൈസ് എത്ര, ലോവസ്റ്റ് പ്രൈസ് ഉള്ള പ്രൊഡക്റ്റ് ഡാറ്റ ഏതാ, 15 ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നത്, നമ്മൾ മിനിമം പ്രൈസും കണ്ട് ഡാറ്റ ഏറ്റവും ചെറിയ പ്രൈസ് ഉള്ള ഡാറ്റ നമ്മൾ അതും കണ്ടു.
ഓക്കെ, നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. db. അതിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഓർമ്മയില്ലേ, അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് മെനി നമുക്ക് ഏത് സെക്ഷനാ ചെയ്യേണ്ടി, അപ്ഡേറ്റ് മെനിൻ്റെ അകത്ത് നമുക്ക് പുതിയൊരു സെക്ഷൻ ക്രിയേറ്റ് ആക്കാം. ക്വാണ്ടിറ്റി അറിയാണ്ട് ഓക്കെ, ക്വാണ്ടിറ്റി പുതിയ സെക്ഷൻ നമ്മൾ ആഡ് ആക്കി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കുറച്ച് അഗ്രിഗേഷൻ മെത്തേഡ്സ് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ടോട്ടൽ പ്രൈസ് കാണാം. അപ്പോൾ ഇപ്പം നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ പ്രൈസ് കാണുമ്പോൾ ക്വാണ്ടിറ്റി കൂടി നമ്മൾ മൾട്ടിപ്ലൈ ആണ്. കാരണം ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് എന്നുള്ള പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ 10 ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് ടോട്ടൽ പ്രൈസ് എത്രയായി, 19 × 10 ആണ് പ്രൈസിന്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിന് എത്രയായി, 9000 ആയി, സോറി 900 ആയി. ഓക്കെ, ഇതെന്ത് ചെയ്യണം, ഇതേപോലെ നമുക്ക് എല്ലാത്തിനും ചെയ്ത് നമ്മൾ സമ്മ കാണണം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യണ്ടേ, ID നല്ല കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാ കളക്ഷനും സോറി എല്ലാ ഡോക്യുമെന്റും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടോട്ടൽ പ്രൈസ് കൊടുത്തു, സമ്മിനകത്ത് അവൻ ഓൾറെഡി ആവറേജ് എന്ന് കൊടുത്തിരുന്നത്, സമ്മങ്ങനെ കൊടുത്തിരുന്നത്. ഇവിടെ മൾട്ടിപ്ലൈ എന്ന് കൊടുക്കാം. നമുക്ക് എന്തൊക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, പ്രൈസും ക്വാണ്ടിറ്റിയും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂസും കൊടുക്കാം. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിതിലുള്ള എല്ലാ ഡോക്യുമെന്റിന്റെയും പ്രൈസും ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിന് സമ്മ് ടോട്ടൽ നമുക്ക് ഇവർ നമുക്ക് തന്നു. ഇതാണ് എന്ത് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് അഗ്രിഗേഷൻ മെത്തേഡ് ഗ്രൂപ്പ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇത്രയും കാര്യം ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യും, ഗ്രൂപ്പ് വെച്ച് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ പ്രൊജക്റ്റ്, അതായത് പ്രൊജക്ഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പ്രൊജക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നോർമലി നമ്മൾ ഫൈൻഡ് ചെയ്തപ്പോൾ നമ്മൾ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്ത മെത്തേഡ് തന്നെയാണ് എന്താണ് ഈ മെത്തേഡിനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അഗ്രിഗേഷൻ ചെയ്ത് പ്രൊജക്ഷൻ ചെയ്യും. ID 0 ആക്കുക എന്ന് പറയുമ്പോൾ ID എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്യുക. ഐറ്റം മാത്രം, അതിലുള്ള ഐറ്റംസിന് മാത്രം വിസിബിൾ ചെയ്യുകയാണ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊജക്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഡാറ്റത്തെ ഐറ്റംസിന് മാത്രം വിസിബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഐറ്റത്തിന് മാത്രം 1 കൊടുത്ത് ID 0 കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ID ഹൈഡ് ആയി കിട്ടണം. കാരണം ID എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിക്കാണ് ഡിഫോൾട്ട് ആയിട്ട് ഷോ ചെയ്ത് കാണിക്കും. നമുക്ക് അത് റിമൂവ് ആക്കാൻ വേണ്ടി നമ്മൾ ID 0 ആക്കി കൊടുക്കണം. ഓക്കെ, ഇതേപോലെ തന്നെ എന്ത് ചെയ്യേണ്ടത്, കാര്യം കുറെ പ്രൊജക്ഷൻ മെത്തേഡ് ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത അഗ്രിഗേഷൻ മെത്തേഡാണ് മാച്ച്. അതായത് ഇപ്പോൾ നമ്മൾ ഡാറ്റയിൽ ടൈപ്പ് ഫ്രൂട്ട്സ് എന്നുള്ള ഡാറ്റ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ടൈപ്പ് ഫിൽറ്ററിംഗ് മെത്തേഡ് നമ്മൾ നോർമലി ഫൈനൽ യൂസ് ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇത്. നമുക്ക് അഗ്രിഗേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രൂട്ട്സിലുള്ള ഡാറ്റ മാത്രമാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫൈനൽ ചെയ്തതാണ്. അപ്പോൾ പിന്നെ കാര്യങ്ങൾ മെയിനായിട്ട് എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക, അതൊക്കെ ചെയ്യാൻ നോക്കാം. പിന്നെ ഓക്കെ, അടുത്ത് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറെ ടൈപ്പ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്താണ് കൊറീസ് ഞാൻ ഓൾറെഡി ഉള്ള കൊറീസ് തന്നെ ആഡ് ആക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്, പുതിയൊരു ഫീൽഡ് ആഡ് ആക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് മെനു യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഫീൽഡ് ആഡ് ആക്കിയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ആക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു ഡാറ്റിനകത്ത് തന്നിട്ട് പ്രൈസും ക്വാണ്ടിറ്റി ഉണ്ട്. പ്രൈസും ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടത് ചെയ്യണം, അതിനൊരു പുതിയ ഫീൽഡ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ആഡ് ഫീൽഡ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുക അഗ്രിഗേഷനകത്ത്. ഒരു ടോട്ടൽ എന്ന് പറഞ്ഞൊരു ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ടോട്ടൽ ഫീൽഡ് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് പ്രൈസും ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്ത ഡാറ്റ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ടോട്ടലിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ, അഗ്രിഗേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി ടോട്ടൽ ഒരു ഫീൽഡ് എല്ലാത്തിനും ക്രിയേറ്റ് ആയി. എന്നിട്ട് അതിനെന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട്, അഗ്രിഗേഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ നോക്കി, മാച്ചിങ് നോക്കി, ഗ്രൂപ്പിംഗ് നോക്കി, അതേപോലെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ റിലേഷനാണ്. ഇപ്പോൾ ഒരു രണ്ട് ഡാറ്റാബേസിലത്തെ കളക്ഷൻസ് തമ്മിൽ എന്ത് ചെയ്യാം, റിലേഷൻ കൊടുക്കാം, കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എൻ്റെ അടുത്ത് ഒരു കാർ നല്ലൊരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ വേറെ ഡാറ്റാബേസ് പറഞ്ഞാൽ കാറിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് വേറെ ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കണം, സെയിം ഡാറ്റ അറിയിക്കാൻ വേണ്ടിയിട്ട്.
അപ്പൊ അങ്ങനെ നമ്മൾ എന്താ റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് റിലേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം, വൺ ടു വൺ, വൺ ടു മെനി, മെനി ടു മെനി, ഇങ്ങനത്തെ കുറെ റിലേഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ.